ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. അപ്പോൾ എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാനൊരു റെസിപ്പിയും കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഒന്ന്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ തന്നെയാണ് മെയിൻ. അപ്പോൾ ചിക്കൻ്റെ എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്യാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ചിക്കൻ നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി കാണേട്ടൻ്റെയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് അറിയില്ല, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനും പിന്നെ കൂർക്കയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏട്ടന് ഇത് ചിക്കനല്ല, ബീഫും കൂർക്കയും കൂടെ കോമ്പിനേഷൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വീട്ടിൽ ബീഫൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ ചിക്കനും കൂർക്കയും കൂടെ ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാവും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും പൊടികൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ പാടെ ചേർത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കി കൊടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിപ്പോവാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി കൊടുക്കണം. എസ്പെഷ്യലി മല്ലിപ്പൊടിയുടെ കേട്ടോ. മല്ലിപ്പൊടി വാങ്ങിച്ച പൊടിയാണ്, അപ്പോൾ അതുകൊണ്ട് അതൊരു വേറൊരു മണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. എന്നിട്ട് ഈ മസാലയൊക്കെ പാടെ ചേർത്തിട്ട് ചിക്കനിക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അത്. പിന്നെ വേണ്ടത് 3 സവാളയാണ്, 2 തക്കാളി, ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ ഇതും എല്ലാതും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. നമ്മൾ ഗ്യാസ് മേൽ ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാൻ കേട്ടോ. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതാണ് നമ്മൾ ആദ്യം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നാലാണ് നല്ലൊരു സ്മെല്ല് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിട്ടിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ഗ്യാസ് അടുപ്പിൽ നമ്മൾ കൂർക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. അപ്പോൾ അതൊന്ന് ഈ ചിക്കനൊന്ന് തിളച്ച് വന്നാൽ ആ കൂർക്ക ഒരു വിസിൽ കഴിഞ്ഞാൽ നമുക്കിതിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഉള്ളിയിലേക്ക് ഞാൻ പിന്നെ തക്കാളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോഴാണ് കറിവേപ്പില എടുത്തിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒക്കെ മുകളിലാണ് കേട്ടോ, എനിക്ക് എത്തണില്ല. അപ്പോൾ താഴെ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ കൂർക്ക ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല വെന്തിട്ടില്ല, കുറച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിളച്ച് വരുന്ന ചിക്കനിലേക്ക് നമുക്ക് ഈ കൂർക്കയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെയും അടച്ച് വെച്ച് വേവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ചിക്കൻ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മണമുണ്ട് കേട്ടോ. ഈ കൂർക്കടിയും ചിക്കൻ്റെയും കൂടിയും സ്മെല്ലിങ്ങനെ മിക്സ് ആകുമ്പോൾ ഒരു അടിപൊളി മണം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഉപ്പും മുളകൊക്കെ ഉണ്ടോ, ഉപ്പൊക്കെ ഇനി ചേർക്കണോ എന്നുള്ളത്. അപ്പോൾ ഇനി ചിക്കനൊക്കെ സെറ്റായി വന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇതൊരു ഗ്രേവി ടൈപ്പ് ആവും കേട്ടോ. കുറച്ച് കറി പോലെ ആവില്ല, ഒരു ഗ്രേവി ടൈപ്പ് ആവും. എന്നാലാണ് കേട്ടോ അത് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വൈകിട്ടാണ് കേട്ടോ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ടൈം ഇപ്പോൾ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ചിക്കൻ്റെ കൂടെ പപ്പടം ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ. പപ്പടവും പിന്നെ ഈ ഒരു ചിക്കനും ചോറും കൂടെ ഇങ്ങനെ കുഴച്ചിങ്ങനെ മിക്സാക്കി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ചിക്കൻ തന്നെ ഇങ്ങനെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊള്ളിയാവും. ചിക്കന് പകരം ബീഫ്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇൻഗ്രീഡിയൻസൊക്കെ ഇതേപോലെ തന്നെ സെയിം.
നമ്മൾ സാധാ ചിക്കൻ കറി ഉണ്ടാക്കുക, അതിൽ കൂർക്ക മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ വലിയ റെസിപ്പീസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, അതുകൊണ്ടാണല്ലോ ഒത്തിരി നേരം കണ്ടത്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.